ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കൊട്ടിയൂരമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. ഈ പാട്ടൊക്കെ കേട്ട് ബസ്സിലങ്ങ് ആസ്വദിച്ച് പോക്കാണ് രാവിലെ തന്നെ. നമ്മൾ അമ്പലം എത്തി. സാധാരണ ഞാൻ ശനിയാഴ്ചയാണ് പോവാറ്. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. നാളെ പ്രക്കുഴമാണ്. പ്രക്കുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കരെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഫസ്റ്റ് ചടങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം അടച്ചിടും. ഇക്കരെ ക്ഷേത്രം അടച്ചിടും. അക്കരെ ക്ഷേത്രത്തിൽ മാത്രമേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അവിടെ മാത്രമേ നമുക്ക് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞല്ലേ പെരുമാളെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നങ്ങ് പോന്നു. അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രക്കൂഴം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉത്സവം 28 ദിവസത്തെ ഉത്സവം എങ്ങനെ വേണമെന്ന് ഇക്കരെ കൊട്ടിയൂരിൽ ഉത്സവ കമ്മിറ്റിക്കാർ കൂടി ഇരുന്ന് ആലോചിക്കുന്നതാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പൂജകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത്. നമ്മളങ്ങനെ വഴിപാട് കൗണ്ടറിൽ പോയി വഴിപാട് കഴിപ്പിച്ചു. ഒരു നെയ്വിളക്കും പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നെയ്വിളക്ക് വെച്ച് കൊടുത്ത് പോയി നെയ്വിളക്കെടുത്തു ഒരെണ്ണം. അങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഇത്രയും വരെ നമുക്ക് ക്യാമറ കൊണ്ടുപോകത്തുള്ളൂ. അതാണ് കേട്ടോ അമ്പലം. ഞാനിവിടെ ബാഗ് വെച്ചിട്ട് കയറാമെന്ന് ഓർത്തു. അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചിറങ്ങി. നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. ആ ഭാഗത്ത് സർപ്പക്കാവാണുള്ളത്. അങ്ങോട്ട് നമുക്ക് പോകാനാവില്ല. അക്കരെ നമുക്ക് ക്ഷേത്രമായിട്ടില്ല കേട്ടോ. ഉത്സവം തുടങ്ങുന്ന സമയം മാത്രം ഓല കൊണ്ടൊക്കെ മേഞ്ഞൊരു ക്ഷേത്രം കെട്ടലാണ് പതിവ്. പണ്ട് ചെറുതിൽ നമുക്ക് അക്കരെ ക്ഷേത്രം എന്ന് അറിയാത്തപ്പം അമ്മ പറയൽ വെള്ളമുള്ള അമ്പലത്തിൽ പോവാൻ. ഇതാട്ടോ അക്കരെ ക്ഷേത്രം. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഉത്സവം തുടങ്ങിയാലേ പോകാൻ പറ്റുള്ളൂ. ഉത്സവം തുടങ്ങി കഴിയുമ്പോൾ ഞാൻ കൂടുതൽ കാര്യം